ഏവർക്കും നമസ്കാരം. എസ്ക്വയർ മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഓൺലൈനായിട്ട് എങ്ങനെയാണ് ജനന സർട്ടിഫിക്കറ്റ് അഥവാ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് രണ്ട് സൈറ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്ന് പഞ്ചായത്ത് പരിധിയിൽ ജനിച്ച കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതും, രണ്ടാമത്തത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ ജനിച്ച കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതും. പഞ്ചായത്ത് പരിധിയിൽ ജനിച്ച കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രവേശിക്കേണ്ട സൈറ്റ് citizen.lsgkerala.gov.in എന്ന വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും പ്രവേശിക്കുക. സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുകളിലായി കാണുന്ന ക്വിക്ക് സർട്ടിഫിക്കറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴേക്ക് ജനന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, വിവാഹ സർട്ടിഫിക്കറ്റ്, നിർജ്ജീവന ജനന സർട്ടിഫിക്കറ്റ് 4 ഓപ്ഷൻ വരുന്നത് കാണാം. ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായി ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ആദ്യത്തെ ഓപ്ഷനിൽ നിന്നും ഏത് ജില്ലയിലാണോ ഈ കുട്ടി ജനിച്ചത് ആ ജില്ല സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷനിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മൂന്നാമത്തെ ഓഫീസിൻ്റെ പേര് എന്നുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും ഏത് പഞ്ചായത്തിലാണ് കുട്ടി ജനിച്ചത് ആ പഞ്ചായത്ത് സെലക്ട് ചെയ്യുക. ശേഷം താഴെയുള്ള ജനനത്തീയതി എന്നുള്ള കോളത്തിൽ നിന്നും നിങ്ങൾക്ക് ഒന്നുകിൽ അവിടെയുള്ള ആ ലിസ്റ്റിൽ ആ കലണ്ടർ വരുന്നതിൽ നിന്നും ജനനത്തീയതി തിരഞ്ഞെടുത്ത് കൊടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അതിനുശേഷം കുട്ടിയുടെ ലിംഗം ആണാണോ പെണ്ണാണോ ഭിന്നലിംഗം ഏതാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കുക. മാതാവിൻ്റെ പേരാണ് അടുത്ത ബോക്സിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. മാതാവിൻ്റെ പേര് മുഴുവനായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു 4 അക്ഷരം വരെ ഉണ്ടായാൽ മതി. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തിരയൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അവിടെ ഒരു ബോക്സ് ഓപ്പണായി വരുന്നതായി കാണാം. ഈ ബോക്സിൽ ജനന സർട്ടിഫിക്കറ്റ് തിരയൽ ഫലങ്ങളാണ് ഇവിടെ താഴെയായി കാണിച്ചിരിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന തിരയൽ ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് അവിടെ കാണുക എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കുന്നതാണ്. പ്രിൻറ്റ് ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെയുള്ള ഡൗൺലോഡ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് സേവ് ചെയ്തുകൊണ്ട് മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ സൂക്ഷിക്കാനും സാധിക്കുന്നതാണ്. അടുത്തതായി മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ ജനിച്ച ഒരു കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ പ്രവേശിക്കേണ്ട സൈറ്റ് ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. അവിടെ താഴെ കാണുന്ന ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം പുതിയൊരു പേജ് ഓപ്പണായി വരുന്നത് കാണാം. ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണോ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണോ ഏത് സർട്ടിഫിക്കറ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ജനന സർട്ടിഫിക്കറ്റിനായി ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു പേജിലേക്ക് പോകുന്നതായി കാണാം. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, നോർമൽ സെർച്ച് അതുപോലെ സ്മാർട്ട് സെർച്ച്. സ്മാർട്ട് സെർച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ, സർട്ടിഫിക്കറ്റ് നമ്പറോ രജിസ്ട്രേഷൻ നമ്പറോ ഓർമ്മയുണ്ടെങ്കിൽ അത് വെച്ച് തിരയാവുന്നതാണ്. ഇല്ലെങ്കിൽ നോർമൽ സെർച്ച് എന്നുള്ള ഓപ്ഷൻ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഏത് ജില്ലയിലാണ് കുട്ടി ജനിച്ചിട്ടുള്ളത് എന്നുള്ളത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. ഉദാഹരണത്തിന് നമ്മൾ കോഴിക്കോടാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലോക്കൽ ബോഡി ടൈപ്പിൽ നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ 2 ഓപ്ഷൻ വരുന്നതായിട്ട് കാണാം. ഇതിൽ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പക്ഷേ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന സർട്ടിഫിക്കറ്റ് മലപ്പുറം ജില്ലയിൽ ജനിച്ച ഒരു കുട്ടിയുടെയാണ്. അപ്പോൾ മലപ്പുറം സെലക്ട് ചെയ്താൽ അവിടെ മുനിസിപ്പാലിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം മലപ്പുറം ജില്ലയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇല്ല. അതിനുശേഷം ലോക്കൽ ബോഡി എന്നുള്ള സ്ഥലത്ത് നിന്ന് ഏത് മുനിസിപ്പാലിറ്റിയിലാണോ ജനിച്ചത് അത് തിരഞ്ഞെടുക്കുക. താഴെയായി ആ കുട്ടിയുടെ ജെൻഡർ തിരഞ്ഞെടുത്ത് കൊടുക്കുക. മെയിലാണോ ഫീമെയിലാണോ ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം അമ്മയുടെ പേര് ഇംഗ്ലീഷ് അടുത്ത ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെയും മുന്നത്തെ പോലെ തന്നെ മുഴുവൻ നെയിം വേണമെന്നില്ല, ഒരു 4 അക്ഷരം വരെ ഉണ്ടായാലും മതി. ഓക്കെ, അതിനുശേഷം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് ഫെച്ച് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലൊരു ബോക്സ് ഓപ്പണായി വരുന്നത് കാണാം. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിട്ട് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബർത്ത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബോക്സ് ഓപ്പണായി വരുന്നതാണ്. ഇവിടെ ഡൗൺലോഡ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് പ്രിൻറ്റ് ബട്ടൺ ഉപയോഗിച്ച് ഈ ഒരു സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഡൗൺലോഡ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിത്
നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്കോ സേവ് ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നു ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ. ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം.